പത്തനംതിട്ട മൈലപ്ര സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് ജെറി ഈശോ ഉമ്മൻ, മുൻ സെക്രട്ടറി ജോഷോ മാത്യു ഉൾപ്പെടെയുള്ളവരുടെ വസ്തുവകകൾ ജപ്തി ചെയ്ത് സഹകരണ വകുപ്പ്. ബാങ്കിൽ ഈട് വെച്ചിട്ടുള്ള വസ്തുക്കൾ ഇവർ കൈമാറ്റം ചെയ്യാൻ നീക്കം നടത്തുന്നു എന്നറിഞ്ഞാണ് സഹകരണ വകുപ്പിന്റെ നടപടി. CK അഭിലാൽ വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാൽ, എന്തുകൊണ്ടാണ് ബാങ്കിന് ഇത്തരത്തിലുള്ളൊരു തോന്നലുണ്ടായിരിക്കുന്നത്? എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? മൈലപ്ര സർവീസ് സഹകരണ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട പ്രതിപട്ടികയിലുള്ള മുൻ പ്രസിഡന്റ് ജെറി ഈശോ ഉമ്മൻ, മുൻ സെക്രട്ടറി ജോഷുവ മാത്യു എന്നിവരുടെ പേരിലും ഇവരുടെ ബന്ധുക്കളായ മറ്റ് ഏതാനും പേരുടെയും പേരിലായി 12 വായ്പകളാണ് ഉണ്ടായിട്ടുള്ളത്. ഏറെക്കുറെ 18 കോടിയോളം രൂപ ഇവർ വായ്പയായി സ്വീകരിച്ചെങ്കിലും തിരിച്ചടവ് മുടങ്ങിയ സ്ഥിതിയാണുള്ളത്. ഇതിന് ഈടായി നൽകിയ വസ്തുവകകൾ ഏറെക്കുറെ 32ഓളം വരുന്ന വസ്തുവകകളാണ് ഉടൻ ജപ്തി എന്നുള്ള പ്രത്യേക നടപടിയിലൂടെ സഹകരണ ബാങ്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഈടായി നൽകിയ ഭൂമികളിൽ ചിലത് വിൽപ്പന നടത്താൻ ഇവർ വായ്പക്കാർ ശ്രമം നടത്തുന്നു എന്നതിൻ്റെ സൂചനകളെ തുടർന്നാണ് നടപടി. വായ്പ നേടിയതിൽ ഒരാൾ വസ്തു വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പത്രപരസ്യം നൽകിയ സാഹചര്യത്തിൽ ഇത്തരത്തിൽ അനധികൃതമായ വിൽപ്പനയ്ക്ക് ശ്രമം നടക്കുന്നു എന്നതിൻ്റെ സൂചനകൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രത്യേക നടപടിയിലൂടെ ഇവരുടെ വസ്തുവകകൾ ജപ്തി ചെയ്തിട്ടുള്ളത്. ഏറെക്കുറെ 18 കോടി രൂപയോളം ഇതിന് വില വരും എന്നുള്ളതാണ് സഹകരണ വകുപ്പ് കണക്കാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ പരിശോധനകളും അതോടൊപ്പം തന്നെ തുടർ നടപടികളും വൈകാതെ തന്നെ ഉണ്ടാകും എന്നും സൂചന നൽകുന്നുണ്ട്. ഏറെക്കുറെ 500 കോടിയിലധികം രൂപയുടെ നിക്ഷേപ തട്ടിപ്പാണ് സഹകരണ മേഖലയിൽ പത്തനംതിട്ട കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദീർഘകാല പ്രവർത്തന പാരമ്പര്യമുള്ള ഈ സഹകരണ ബാങ്കിൽ ഉണ്ടായിട്ടുള്ളത്. നിലവിൽ 2 കേസുകൾ ക്രൈംബ്രാഞ്ചും 1 കേസ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസുമാണ് അന്വേഷിച്ചു വരുന്നത്. ശരി.